ഹായ് നമസ്കാരം. മലയാളം ടെക്ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ എന്ന് പറയുന്ന ഫോണിൻ്റെ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ഒരു ലുക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അത് വിത്തിൻ ഒരു 2 minutes നമുക്ക് എല്ലാവർക്കും ആൻഡ്രോയിഡ് ഡിവൈസിൽ ചെയ്യാൻ പറ്റും. ഇതൊരു നോർമൽ ലോഞ്ചറാണ്. ഒരു MIUI പോലുള്ള ഒരു ലോഞ്ചറാണിത്. മോസ്റ്റ് ഓഫ് ദ ഡിവൈസസ്, അതായത് സാംസങ് അല്ലെങ്കിൽ MI അങ്ങനെ ഏത് ഡിവൈസിലും ഇത് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്കിലുണ്ട്. ആ ഡൗൺലോഡ് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ ടെക്ടോക്ക് മലയാളം എന്ന് പറയുന്ന ഒരു സിപ്പ് ഫയൽ കിട്ടും. അത് നിങ്ങളുടെ ഫോണിലെ ഫയൽ എക്സ്പ്ലോറർ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പം നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫോൾഡർ കിട്ടും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ പിക്സൽ ടെക്ടോക്ക് മലയാളം എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ മൊത്തം 4 ഫയലുകളാണ് ഉണ്ടാവുക. ഒന്നൊരു JPG ആണ്, 2 ആപ്ലിക്കേഷൻസ് ആണ്. സോ അത് ഈ 2 ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇനി ബാക്ക് പോയിട്ട് നമ്മുടെ മെനുവിനകത്ത് നോവ ലോഞ്ചർ, ഇത് രണ്ടും ക്രാക്ക്ഡ് ആണ്, രണ്ടും പെയ്ഡ് വേർഷൻസ് ആണ്. പക്ഷേ 2 നിങ്ങൾ ഈ പറയുന്ന സിപ്പിനകത്ത് ഫ്രീ ആയിട്ടുണ്ടാവും. സോ നോവ ലോഞ്ചർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ബാക്കപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോററിനകത്ത് നമ്മൾ നേരത്തെ കണ്ട അതേ ഫോൾഡറിനകത്തേക്ക് പോവുക. പിക്സൽ ടെക്ടോക്സ് എന്ന് പറയുന്ന അതിൽ ടെക്ടോക്സ് നോവ ബാക്കപ്പ് എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഡിലീറ്റ് കറണ്ട് ലേഔട്ട് എന്ന് ചോദിക്കും. അത് ഓക്കെ കൊടുക്കുക. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% നിങ്ങളുടെ ഫോണിൽ പിക്സൽ ലുക്ക് വന്നു കഴിഞ്ഞു. കാര്യം നിങ്ങളെ ബാക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പിക്സൽ ലുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾ മാനുവലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഇനി നമ്മൾ വാൾപേപ്പർ കൂടെ പിക്സലിൻ്റെ സ്റ്റോക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ സെറ്റ് വാൾപേപ്പർ ആസ് അങ്ങനെ നോവ ലോഞ്ചറിലേക്ക് നമ്മൾ അതിൻ്റെ വാൾപേപ്പർ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ സെറ്റ് വാൾപേപ്പർ കൊടുക്കുക. അത് ഓരോ ഫോണിനനുസരിച്ചിട്ടാണ്. നമ്മൾ ജസ്റ്റ് നോർമൽ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഇമേജ് തുറന്നതിന് ശേഷം വാൾപേപ്പർ സെറ്റ് ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾ ഡിഫോൾട്ട് ലോഞ്ചർ എപ്പോഴും ഏത് തുറക്കണം എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിങ്സിനകത്തേക്ക് പോവുക. സോ ഇത് പിക്സലിൻ്റെ പുതിയ ഡ്രോയറാണ്. അവരത് നിങ്ങൾക്കിപ്പോൾ ഓരോ ഐക്കണിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് വെച്ചാലും അതിനൊരു 3D ടച്ച് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഷോർട്ട് കട്ട്സ് ഹോം പേജിലേക്കൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ലോഞ്ചർ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ നോവ ലോഞ്ചർ ടിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഹോം ആപ്ലിക്കേഷൻ നോവ ലോഞ്ചറായിട്ട് തന്നെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പിക്സലിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ താഴത്ത് കാണുന്ന നാവിഗേഷൻ ബാർ, അത് നമ്മൾ പിക്സലിൻ്റെ നാവിഗേഷൻ ബാർ ആക്കാൻ പോവുകയാണ്. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത് വരുന്ന ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അത് മാത്രം ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നതായിരിക്കും. സോ ഇപ്പോൾ ഒരു 99% അല്ലെങ്കിൽ 100% നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഒരു പിക്സൽ ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. സോ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നോവ ലോഞ്ചർ വെച്ച് നമുക്ക് ഒരുപാട് ജസ്റ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാൾപേപ്പർ ആപ്പ് തുറന്ന് വരുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ക്രീനിൻ്റെ മുകളിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആവുക, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വയ്ക്കാം. ഇത് പിക്സൽ പില്ല് എന്ന് പറയുന്ന മുകളിൽ നിങ്ങൾക്ക് കാണാൻ ഡേറ്റും അതുപോലെ ഗൂഗിൾ സെർച്ചിനുള്ള ഓപ്ഷനൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം പിക്സൽ ഫോണിനകത്ത് വരുന്നതാണ്. സോ ഇനി നമ്മുടെ ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിനകത്തുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം ടെക്ടോക്സ് മലയാളം എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ വരുന്ന ആദ്യത്തെ റിസൾട്ട് ഇതാണ്, നമ്മുടെ ലോഗോ. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് മലയാളത്തിലുള്ള ടെക്ടോക്സ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം അടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐക്കൺസ് ഏതെങ്കിലും മിസ്സിംഗ് ആണ് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. മെനുവിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഹോം പേജിലേക്ക് നിങ്ങൾക്ക് ഐക്കണുകളൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കൊടുന്ന് വയ്ക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ഐക്കൺസ് തമ്മിൽ ഒരു ഐക്കൺ വേറൊരു ഐക്കണിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫോൾഡർ ഉണ്ടായി കഴിഞ്ഞു. ഇതൊക്കെ ഈ ഫോൾഡർ പാക്ക് എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു പിക്സൽ ലുക്കാണ്. ഇതൊക്കെ ഒരു പിക്സൽ ലുക്കുള്ള സാധനമാണ്. സോ ഇങ്ങനെ നമുക്ക് എല്ലാ ആപ്സും ഹോം പേജിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.